ഏഴു മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? റോം. റോം നഗരം അതിന്റെ ചരിത്രപരമായ പ്രാധാന്യമുള്ള 7 കുന്നുകളാൽ ചുറ്റപ്പെട്ടതിനാലാണ് ഏഴു മലകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണിത്. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു? എം.ജി. റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിൽ മഹാദേവ് ഗോവിന്ദ് റാനഡെ വലിയ സ്വാധീനം ചെലുത്തി. റാനഡെ ഒരു സാമൂഹിക പരിഷ്കർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളുമായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷം 1975. ഐക്യരാഷ്ട്രസഭ 1975 അന്താരാഷ്ട്ര വനിതാ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾ, സമത്വം, വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിലെത്തിയ ഗാന്ധിജിയെ കണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പരാമർശമാണിത്. ഗാന്ധിജിയുടെ ലാളിത്യത്തെ പരിഹസിക്കാനായിരുന്നു ഈ വിശേഷണം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം? കുളച്ചൽ യുദ്ധം 1741. 1741 തിരുവിതാംകൂർ സൈന്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ നിർണായകമായി പരാജയപ്പെടുത്തി. ഇത് കേരളത്തിൽ ഡച്ച് ആധിപത്യത്തിന്റെ അന്ത്യം കുറിച്ചു. അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 1955. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അയിത്തം നിയമപരമായി നിരോധിച്ചുകൊണ്ടുള്ള ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. പിന്നീട് ഈ നിയമം പൗരാവകാശ സംരക്ഷണ നിയമം 1976 ആയി ഭേദഗതി ചെയ്യപ്പെട്ടു. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കുറ്റ്യാടി. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിൽ സ്ഥാപിച്ച ഈ പദ്ധതി മലബാർ മേഖലയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കേരളത്തിന്റെ ഊർജ്ജ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണിത്. ഏത് രാജ്യത്തുവെച്ചാണ് റഷ്യൻ വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? മെക്സിക്കോ. റഷ്യൻ വിപ്ലവത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന ലിയോൺ ട്രോട്സ്കി സ്റ്റാലിന്റെ എതിർപ്പുമൂലം മെക്സിക്കോയിൽ അഭയം തേടി. 1940 അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി? എൽ.എൻ. മിശ്ര. ഇന്ത്യൻ റെയിൽവേ മന്ത്രിയായിരുന്ന ലളിത് നാരായൺ മിശ്ര 1975 ബീഹാറിലെ സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രിയാണ് ഇദ്ദേഹം. ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപഞ്ചർ? ചൈന. ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ സൂചികൾ കുത്തി രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി ചൈനയിൽ നിലവിലുണ്ട്. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി? ഹമ്മിങ് പക്ഷി. ഹമ്മിങ് പക്ഷികളാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷികൾ. ഇവയുടെ മുട്ടകൾ ഒരു കാപ്പിക്കുരുവിന്റെ അത്രയും ചെറുതായിരിക്കും. എലിഫന്റ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. മേഘാലയ സംസ്ഥാനത്തിലെ ഷില്ലോങ്ങിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് എലിഫന്റ് വെള്ളച്ചാട്ടം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മൂലകൃതി? കേരളാരാമം. കേരളത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ച് രചിച്ച ഒരു സമഗ്ര ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായ ഹെൻറിക്ക് വാൻ റീഡിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി. ഇട്ടി അച്യുതൻ വൈദ്യരെപ്പോലുള്ളവരുടെ പ്രാദേശിക അറിവുകളാണ് ഇതിന് അടിസ്ഥാനമായത്. ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം യുഎസ്എക്ക് നൽകിയത്? റഷ്യ. 1867 റഷ്യൻ സാമ്രാജ്യം അലാസ്ക പ്രദേശം $7.2 ദശലക്ഷം അമേരിക്കൻ ഐക്യനാടുകൾക്ക് വിറ്റു. ഇത് യുഎസ്എയുടെ ഭൂമിശാസ്ത്രപരമായ വികാസത്തിലെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത്? ട്രിസ്റ്റൻ ഡാ കുൻഹ.
ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രിസ്റ്റൻ ഡാ കുൻഹ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ജനവാസമുള്ള ദ്വീപുകളിലൊന്നാണ്. ബ്രിട്ടീഷ് വിദേശ പ്രദേശമായ ഇത് ചുരുക്കം ചില ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. താൻസന്റെ ഗുരു സ്വാമി ഹരിദാസ്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന താൻസന്റെ ഗുരു സ്വാമി ഹരിദാസ് ആയിരുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലെ ഒരു വലിയ ആചാര്യനായാണ് സ്വാമി ഹരിദാസ് അറിയപ്പെടുന്നത്. ഏകദാസ്തലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയുടെ 7ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗിന്റെ സ്മൃതിമണ്ഡപമാണ് ഡൽഹിയിലെ ഏകദാസ്തൽ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിന്റേതാണ്? ഡെൻമാർക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും തുടർച്ചയായി ഉപയോഗത്തിലുള്ളതുമായ ദേശീയ പതാക ഡെൻമാർക്കിന്റേതാണ്. ഡാനെബ്രോഗ് എന്നറിയപ്പെടുന്ന ഈ പതാക 13ാം നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തലശ്ശേരിയിൽ നിന്ന് 1907 മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധീകരണം മിതവാദി. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസിദ്ധീകരണമായിരുന്നു മിതവാദി. സാമൂഹിക സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഇത് നിലകൊണ്ടു. ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധം കുളച്ചൽ യുദ്ധം 1741. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ചത് ഏഷ്യയിൽ യൂറോപ്യൻ ശക്തികൾക്ക് നേരിട്ട ആദ്യത്തെ പ്രധാന തിരിച്ചടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് തിരുവിതാംകൂറിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ. മനുഷ്യശരീരത്തിൽ ഓക്സിജൻ വഹിക്കുന്ന കോശങ്ങളാണ് എറിത്രോസൈറ്റുകൾ അഥവാ ചുവന്ന രക്താണുക്കൾ. ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് ഇതിന് സഹായിക്കുന്നത്. എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ചെങ്കടൽ. പ്രാചീനകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളെയും ചെങ്കടലിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ് എറിത്രിയൻ കടൽ. ഇന്ന് ചെങ്കടൽ എന്ന പേരാണ് പൊതുവായി ഉപയോഗിക്കുന്നത്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്. എലികളുടെയും മറ്റു മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെയാണ് ഇത് പടരുന്നത്. ഏറ്റവും വലുപ്പം കൂടിയ മത്സ്യം തിമിംഗല സ്രാവ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്, വെയിൽ ഷാർക്ക്. ഇവ പ്ലവകങ്ങളെയും ചെറിയ മത്സ്യങ്ങളെയും ഭക്ഷിക്കുന്ന വലിയ സ്രാവുകളാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവാഹത്തി. അസം സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നഗരവും വടക്കുകിഴക്കൻ ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണ് ഗുവാഹത്തി. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക്. ഈ തടാകത്തിലെ ഫൂണ്ടിസ് എന്നറിയപ്പെടുന്ന ഒഴുകി നടക്കുന്ന ദ്വീപുകൾ ഇതിന്റെ പ്രത്യേകതയാണ്. തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് CuSO4 എന്ന രാസവസ്തുവിനെയാണ് സാധാരണയായി തുരിശ് എന്ന് പറയുന്നത്. ഇത് കീടനാശിനിയായും പൂപ്പൽനാശിനിയായും ഉപയോഗിക്കാറുണ്ട്. വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേര് സിമൂംസ്. സിമൂംസ് എന്നത് വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും വരണ്ടതും ചൂടുള്ളതുമായ ശക്തമായ കാറ്റുകളാണ്. ഇവ മണൽക്കാറ്റുകൾക്ക് കാരണമാകാറുണ്ട്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം രാജ്യങ്ങളായി വിഭജിക്കണം എന്ന ആശയം മുന്നോട്ടുവെച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇത് ഇന്ത്യ-പാക് വിഭജനത്തിലേക്ക് നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ മണൽത്തരികളിൽ മോണോസൈറ്റ് ധാതുക്കളിൽ ധാരാളമായി തോറിയം കാണപ്പെടുന്നു. ആണവോർജ്ജ ഉത്പാദനത്തിന് സാധ്യതയുള്ള ഒരു പ്രധാന മൂലകമാണിത്.
വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മിസ്സോറി മിസിസിപ്പി. മിസിസിപ്പി നദിയും അതിന്റെ പ്രധാന പോഷകനദിയായ മിസ്സോറി നദിയും ചേർന്നുള്ള സംവിധാനമാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇത് യുഎസ്എയുടെയും കാനഡയുടെയും വലിയൊരു ഭാഗത്തിലൂടെ ഒഴുകുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയ്ക്ക് രൂപകൽപ്പന നൽകിയത് പിംഗലി വെങ്കയ്യാണ്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെയും ദേശീയതയുടെയും പ്രതീകമായി മാറി. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരബിന്ദോ ഘോഷ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. അരബിന്ദോ ഘോഷ് ഇതിന് മനോഹരമായ ഇംഗ്ലീഷ് പരിഭാഷ നൽകി. ഇവിടമാന്ത്യാത്മവിദ്യാലയം എന്ന് പാടിയത് കുമാരനാശാൻ. മഹാകവി കുമാരനാശാൻ രചിച്ച ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യത്തിലെ വരികളാണിത്. ആശാന്റെ സാമൂഹിക പരിഷ്കരണ ആശയങ്ങളെയും ആത്മീയ ദർശനങ്ങളെയും ഇത് പ്രതിഫലിക്കുന്നു. ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പെയിൻ തിമിംഗലം. ഭൂമിയിലെ ജീവികളിൽ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ളത് സ്പെയിൻ തിമിംഗലത്തിനാണ്. ഇവയുടെ വലിയ തലച്ചോറ് സങ്കീർണമായ സാമൂഹിക ഘടനകളെയും ആശയവിനിമയത്തെയും പിന്തുണയ്ക്കുന്നു. അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം. സമൂഹത്തിൽ നിന്ന് അയിത്തം ഇല്ലാതാക്കാനും ഹരിജൻ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി മഹാത്മാഗാന്ധി രൂപീകരിച്ച സംഘടനയാണിത്. ഗാന്ധിജിയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു ഇത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ആന്ധ്രാപ്രദേശ്. ഇത് സംസ്ഥാനത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗം പല്ലിന്റെ ഇനാമൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയതും പ്രതിരോധശേഷിയുള്ളതുമായ ഭാഗമാണ് പല്ലിന്റെ ഇനാമൽ. ഇത് പല്ലുകളെ ദ്രവിക്കാതെയും കേടുപാടുകൾ കൂടാതെയും സംരക്ഷിക്കുന്നു. ഒരേ വിഷയത്തിൽ 2 നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി ജോൺ ബാർഡീൻ. ഭൗതികശാസ്ത്രം 1956, 1972. ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിനും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും സൂപ്പർ കണ്ടക്ടിവിറ്റി സിദ്ധാന്തത്തിനും ജോൺ ബാർഡീൻ ഭൗതികശാസ്ത്രത്തിൽ 2 നോബൽ സമ്മാനം നേടി. ഒരേ വിഷയത്തിൽ 2 നോബൽ നേടുന്ന ഏക വ്യക്തിയാണ് ഇദ്ദേഹം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്, ECG. ഹൃദയസംബന്ധമായ രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുന്നു. ഏറ്റവും വലുപ്പം കൂടിയ ഓന്ത് കൊമോഡോ ഡ്രാഗൺ. ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപുകളിൽ കാണുന്ന കൊമോഡോ ഡ്രാഗൺ ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിയാണ്. ഇവ വലിയ ഇരകളെ വരെ വേട്ടയാടാൻ കഴിവുള്ളവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരം മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം 1896 മുംബൈയിൽ നടന്നു. ലൂമിയർ സഹോദരന്മാരുടെ സിനിമകളാണ് അന്ന് പ്രദർശിപ്പിച്ചത്. ഒരേ വിഷയത്തിൽ 2 നോബൽ സമ്മാനം ലഭിച്ച രണ്ടാമത്തെ വ്യക്തി ഫ്രെഡറിക് സാംഗർ. രസതന്ത്രം 1958, 1980. ഇൻസുലിൻ തന്മാത്രയുടെ ഘടന കണ്ടെത്തിയതിനും DNA സീക്വൻസിംഗ് രീതികൾ വികസിപ്പിച്ചതിനും ഫ്രെഡറിക് സാംഗർ രസതന്ത്രത്തിൽ 2 നോബൽ സമ്മാനം നേടി. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖല. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനവും ഭൂരിഭാഗം ജനങ്ങൾക്കും ഉപജീവനമാർഗവുമായതിനാൽ കാർഷിക മേഖലയെ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. ഭക്ഷ്യസുരക്ഷയിലും ഗ്രാമീണ വികസനത്തിലും ഇതിന് വലിയ പങ്കുണ്ട്. രാമനും റഹീമും ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത നാമങ്ങളാണെന്ന് പറഞ്ഞത് കബീർ. 15-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭക്തികവിയും സന്യാസിയുമായിരുന്ന കബീർ മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഹൈന്ദവ ഇസ്ലാമിക വിശ്വാസങ്ങളെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു.
ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദം. വേദങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട 4 വേദങ്ങളിൽ ഒന്നുമാണ് ഋഗ്വേദം. ഇത് പ്രാചീന ഇന്ത്യയിലെ ജീവിതരീതികളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമസ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രം സൈപ്രസ്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന സൈപ്രസ് ഭൂമിശാസ്ത്രപരമായി ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സന്ധിയിടത്താണ്. ഇത് സാംസ്കാരികമായും തന്ത്രപരമായും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഖത്തർ. 2006-ലെ ഏഷ്യൻ ഗെയിംസിന് ഖത്തറിലെ ദോഹ ആതിഥേയത്വം വഹിച്ചു. ഗൾഫ് മേഖലയിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇവിടെയാണ്. ഇത് മേഖലയുടെ കായികരംഗത്തെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും ലഭിച്ച ഏക ഭാരതീയൻ മൊറാർജി ദേശായി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്ക് 1991-ൽ ഭാരതരത്ന ലഭിച്ചു. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ 1990-ൽ ലഭിച്ച ഏക ഭാരതീയനും അദ്ദേഹമാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹം മെർക്കുറി. രസം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരേയൊരു ലോഹമാണ് മെർക്കുറി. ഇതിന് വളരെ താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുണ്ട്. തെർമോമീറ്ററുകളിലും മറ്റ് ശാസ്ത്രീയ ഉപകരണങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് കാൾ മാർക്സ്. ജർമ്മൻ തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്ന കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ ശാസ്ത്രീയ സോഷ്യലിസത്തിന് അടിത്തറ പാകി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചിന്തകളെ ആഴത്തിൽ സ്വാധീനിച്ചു. ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാജ്യവും മധ്യേഷ്യയിലെ പ്രധാന ശക്തികളിലൊന്നുമാണ് സൗദി അറേബ്യ. വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അറബ് രാജ്യമാണിത്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനം ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്ന് അറിയപ്പെടുന്നത്. ശാസ്ത്രീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് കെപ്ലർ. യോഹാൻസ് കെപ്ലർ. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ യോഹാൻസ് കെപ്ലർ ഗ്രഹങ്ങളുടെ ചലനം സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളായി വർത്തിക്കുന്നു. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് ദയാനന്ദ സരസ്വതി. ആര്യസമാജം സ്ഥാപിച്ച സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യം മുന്നോട്ടുവച്ചു. അദ്ദേഹത്തെ ഇന്ത്യയുടെ പിതാമഹൻ എന്ന് ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ ദേശീയതയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച്. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായ കാനഡ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ കോമൺവെൽത്ത് അംഗരാജ്യമാണ്. കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ പ്രധാന രാജ്യങ്ങളിലൊന്നാണിത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ളത്. 403 സീറ്റുകളുള്ള ഈ നിയമസഭ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. നവജാത ശിശുക്കളുടെ ഹൃദയമിടിപ്പ് മുതിർന്നവരെക്കാൾ വളരെ കൂടുതലായിരിക്കും. ശരാശരി ഒരു മിനിറ്റിൽ ഏകദേശം 120 മുതൽ 160 വരെ തവണയാണ് ഇത്. ഈ ഉയർന്ന നിരക്ക് അവയുടെ ശരീരത്തിലെ ഓക്സിജൻ ആവശ്യകത നിറവേറ്റാൻ സഹായിക്കുന്നു. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി.
ഇന്ത്യയിലെ നാളികേര കൃഷിയുടെ വികസനവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് നാളികേര വികസന ബോർഡ്. കേരളത്തിലെ കൊച്ചിയിലാണ് ഇതിന്റെ ആസ്ഥാനം. പട്ടം താണുപിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവായിരുന്ന പട്ടം താണുപിള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് അദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഭാഗമായിട്ടുണ്ട്. പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 312 അനുസരിച്ച് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ മാത്രമാണ് ആദ്യം അവതരിപ്പിക്കാൻ കഴിയുക. രാജ്യസഭയ്ക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക അധികാരമാണിത്. ഏറ്റവും കൂടുതൽ പത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. വലിയ ജനസംഖ്യയും വിവിധ ഭാഷാ സമൂഹങ്ങളും ഉള്ളതിനാൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നു. ഇത് അവിടുത്തെ വിവരവിനിമയത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. ഏറ്റവും വീതി കൂടിയ കടലിടുക്ക് ഡേവിസ് കടലിടുക്ക്. ഗ്രീൻലാൻഡിനും കാനഡയിലെ ബാഫിൻ ദ്വീപിനും ഇടയിലുള്ള ഡേവിസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും വീതിയേറിയ കടലിടുക്കുകളിൽ ഒന്നാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തെ ആർട്ടിക് സമുദ്രവുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഏറ്റവും വൃത്താകാരമായ പ്രദക്ഷിണപഥമുള്ള ഗ്രഹം ശുക്രൻ. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ശുക്രനാണ് ഏറ്റവും വൃത്താകാരമായ ഭ്രമണപഥമുള്ളത്. ഇത് അതിന്റെ ഭ്രമണപഥം ഒരു പൂർണ്ണവൃത്തത്തിന് സമാനമാണെന്ന് സൂചിപ്പിക്കുന്നു. മഹാബോധി ക്ഷേത്രം എവിടെയാണ്? ബോധ്ഗയ. ബുധന് ബോധോദയം ലഭിച്ച സ്ഥലമായി കരുതപ്പെടുന്ന ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. ബാൽക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം റുഗോവ. കൊസോവോയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റുഗോവയെ ബാൽക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിലൂടെ കൊസോവോയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അദ്ദേഹം പോരാടി. അയൺ സൾഫേറ്റിന്റെ നിറം പച്ച. ഫെറസ് സൾഫേറ്റ് എന്നും അറിയപ്പെടുന്ന അയൺ സൾഫേറ്റ് സാധാരണയായി ഇളം പച്ച നിറത്തിലുള്ള ക്രിസ്റ്റലുകളാണ്. ജലത്തിൽ ലയിക്കുമ്പോൾ ഇതിന്റെ ലായനിക്ക് പച്ച നിറമാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മാണ്ഡോവി. ഗോവ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് മാണ്ഡോവി നദി. ഗോവയുടെ ജലസേചനം, ഗതാഗതം, ടൂറിസം എന്നിവയ്ക്ക് ഈ നദി വലിയ പ്രാധാന്യമർഹിക്കുന്നു. ഏറ്റവും വലിയ അകശേരുകി ജയന്റ് സ്ക്വിഡ്, ഭീമൻ കണവ. ലോകത്തിലെ ഏറ്റവും വലിയ അകശേരുകികളിൽ ഒന്നാണ് ജയന്റ് സ്ക്വിഡ് അഥവാ ഭീമൻ കണവ. ആഴക്കടലുകളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് വളരെ വലിയ കണ്ണുകളും നീണ്ട കൈകാലുകളുമുണ്ട്. ഏറ്റവും വലിയ ഭാഷാഗോത്രം ഇൻഡോ യൂറോപ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷാ കുടുംബമാണ് ഇൻഡോ യൂറോപ്യൻ. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി, ബംഗാളി, പേർഷ്യൻ തുടങ്ങിയ നിരവധി ഭാഷകൾ ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ടെറ്റനസ്, ക്ഷയം, വില്ലൻ ചുമ എന്നിവയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയ. ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി, ക്ഷയം, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, വില്ലൻ ചുമ, ബോർഡറ്റെല്ല പെറ്റസിസ് എന്നിവയെല്ലാം ബാക്ടീരിയൽ അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്കെതിരെ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണ്. പ്രാചീന ഇന്ത്യയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏതു വംശത്തിന്റെ കാലഘട്ടമാണ്? ഗുപ്തകാലം. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ഏകദേശം ക്രി. വ. 320 മുതൽ 550 വരെ കല, സാഹിത്യം, ശാസ്ത്രം, ഗണിതം തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ കണ്ടതിനാൽ പ്രാചീന ഇന്ത്യയുടെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ചാൽ ശേഷിച്ച കാലത്തേക്ക് വൈസ് പ്രസിഡന്റ് ആ പദവി വഹിക്കാൻ വ്യവസ്ഥയുള്ള രാജ്യം USA. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റ് പദവിയിലിരിക്കെ മരണപ്പെടുകയോ രാജിവെക്കുകയോ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ശേഷിക്കുന്ന കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യും.
ഒരാൾക്ക് എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ചാലാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്നത്? 5 വർഷം. ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം സ്വാഭാവിക പൗരത്വം നാച്ചുറലൈസേഷൻ നേടുന്നതിനായി ഒരു വിദേശി ഇന്ത്യയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും താമസിച്ചിരിക്കണം എന്നതായിരുന്നു മുൻപുള്ള വ്യവസ്ഥകളിലൊന്ന്. നിലവിലെ നിയമമനുസരിച്ച് ഈ വ്യവസ്ഥകളിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ രാജകുടുംബമുള്ള രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ അൽ സൗദ് രാജകുടുംബം ലോകത്തിലെ ഏറ്റവും വലിയ രാജകുടുംബങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഈ കുടുംബത്തിന് രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും വലിയ സ്വാധീനമുണ്ട്. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. 1951-ൽ പഞ്ചാബ് സംസ്ഥാനത്താണ് അന്ന് പെപ്സു ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത്. സംസ്ഥാന ഭരണകൂടത്തിന് ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും വലിയ ആർട്ടറി അയോർട്ട. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്ന പ്രധാന ധമനിയാണ് അയോർട്ട. ഇത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ്. ഏത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നമാണ് ഒലിവ് ശിഖരം? ഗ്രീസ്. സമാധാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ ഒലിവ് ശിഖരം പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. ഗ്രീസിന്റെ ദേശീയ ചിഹ്നങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുള. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യങ്ങളിൽ ഒന്നാണ് മുള. ഇതൊരു പുൽവർഗത്തിൽപ്പെട്ട സസ്യമാണ്. പരിസ്ഥിതി സൗഹൃദപരമായ ഉപയോഗങ്ങൾക്കും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും കുറച്ചുകാലം പ്രസിഡന്റായിരുന്നത് ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ രാഷ്ട്രപതിയാണ്. 1967 മെയ് 13 മുതൽ 1969 മെയ് 3 വരെയാണ് അദ്ദേഹം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്. ഏറ്റവും വേഗതയേറിയ സസ്തനി ചീറ്റ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കരയിലെ മൃഗമാണ് ചീറ്റ. മണിക്കൂറിൽ 120 കിലോമീറ്ററിലധികം വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ കഴിയും. ഇത് അവയുടെ ഇരകളെ വേട്ടയാടാൻ സഹായിക്കുന്നു. ഏറ്റവും വലുപ്പം കൂടിയ തവള ഗോലിയാത്ത് തവള. പശ്ചിമാഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തവള. ഇതിനൊരു പൂച്ചയുടെ വലുപ്പത്തോളം വരും. AK-47 തോക്ക് കണ്ടുപിടിച്ചത് മിഖായേൽ ടിമോഫിയവിച്ച് കലാഷ്നിക്കോവ്. സോവിയറ്റ് യൂണിയനിലെ സൈനിക ഡിസൈനറായ മിഖായേൽ കലാഷ്നിക്കോവ് ആണ് പ്രശസ്തമായ AK-47 അസോൾട്ട് റൈഫിൾ രൂപകൽപ്പന ചെയ്തത്. ഇത് ലോകത്തിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളിലൊന്നാണ്. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മുഗൾ രാജാവ് ബാബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ ഇന്ത്യയിൽ വളരെ കുറച്ചുകാലം മാത്രമേ ഭരണം നടത്തിയിട്ടുള്ളൂ. 1526-ൽ പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ ഭരണം സ്ഥാപിച്ച അദ്ദേഹം 1530-ൽ അന്തരിച്ചു. ഉത്തർപ്രദേശിന്റെ പഴയ പേര് യുണൈറ്റഡ് പ്രൊവിൻസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉത്തർപ്രദേശ് യുണൈറ്റഡ് പ്രൊവിൻസ് ഓഫ് ആഗ്ര ആൻഡ് ഔദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം 1950-ൽ ഇതിനെ ഉത്തർപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തു. ശിവജിയുടെ മാതാവ് ജീജാബായി. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ മാതാവാണ് ജീജാബായി. മകനെ മികച്ച പോരാളിയും ഭരണാധികാരിയുമാക്കാൻ അവർ വലിയ പങ്കുവഹിച്ചു. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാതൃകാ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകളിൽ ഒന്നാണ്. ഇതിനെ പലപ്പോഴും മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായി കണക്കാക്കാറുണ്ട്. ശിവജിയുടെ അവസാനത്തെ സൈനിക പര്യടനം കർണാടകം. മറാഠ ചക്രവർത്തിയായ ശിവജി 1677 മുതൽ 78 വരെ കാലഘട്ടത്തിൽ തെക്കൻ ഇന്ത്യയിലേക്ക് നടത്തിയ സൈനിക പര്യടനം കർണാടകം,
തമിഴ്നാട് എന്നിവിടങ്ങളിലെ വലിയൊരു ഭാഗം കീഴടക്കാൻ സഹായിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ പ്രധാനമായിരുന്നു. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് സബീന? ബെൽജിയം. ബെൽജിയത്തിന്റെ മുൻ ദേശീയ വിമാനക്കമ്പനിയായിരുന്നു സബീന. 2001-ൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇത് പ്രവർത്തനരഹിതമായി. കെ ഗോപാലന്റെ പട്ടിണിജാഥ പുറപ്പെട്ട സ്ഥലം? കണ്ണൂർ. 1937-ൽ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ പട്ടിണിജാഥ മലബാറിലെ കർഷകരുടെ ദുരിതങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന പ്രതിഷേധ മാർഗമായിരുന്നു ഇത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത? സിസ്റ്റർ അൽഫോൻസാമ്മ. ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയായി അറിയപ്പെടുന്ന സിസ്റ്റർ അൽഫോൻസാമ്മയുടെ ചിത്രം 2001-ൽ ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പിൽ പ്രസിദ്ധീകരിച്ചു. ഇത് കേരളത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. ഏറ്റവും വേഗത കൂടിയ പാമ്പ്? ആഫ്രിക്കൻ മാമ്പ. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മാമ്പ പാമ്പുകൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇവയുടെ കടിയേറ്റാൽ മാരകമായ വിഷമാണ്. ഏറ്റവും വലിയ ഇതിഹാസം? മഹാഭാരതം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇതിഹാസ കാവ്യങ്ങളിലൊന്നാണ് മഹാഭാരതം. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായ ഇത് ധാർമ്മികവും സാമൂഹികവുമായ പാഠങ്ങൾ നൽകുന്നു. ഏത് രാജ്യത്തിന്റെ പതാകയാണ് ഓൾഡ് ഗ്ലോറി എന്നറിയപ്പെടുന്നത്? USA. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ പതാകയ്ക്ക് ഓൾഡ് ഗ്ലോറി എന്നൊരു വിളിപ്പേരുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തെയും മൂല്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ പതാകയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത്? ഹാരിസണും കാറ്റ്ലിനും. ജെയിംസ് ഹാരിസണും അലക്സാണ്ടർ കാറ്റ്ലിനും ചേർന്നാണ് ആധുനിക റെഫ്രിജറേറ്ററിന്റെ അടിസ്ഥാന ആശയങ്ങൾ വികസിപ്പിച്ചത്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൽ ഈ കണ്ടുപിടുത്തം വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ജർമ്മനി. ഇന്ത്യയുടെ ആദ്യകാല വ്യവസായ വികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകളിൽ ഒന്നാണ് ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ഏത് രാജ്യത്തിന്റെ ചാരസംഘടനയാണ് മൊസാദ്? ഇസ്രായേൽ. ഇസ്രായേലിന്റെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. ലോകത്തിലെ ഏറ്റവും ശക്തവും രഹസ്യസ്വഭാവമുള്ളതുമായ ചാരസംഘടനകളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? ആർട്ടിക്കിൾ 356. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 356 പ്രകാരം ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടത്തിന് ഭരണഘടനാപരമായ വ്യവസ്ഥകളനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ കഴിയും. ഇത് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്നും അറിയപ്പെടുന്നു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എവിടെയാണ്? ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്റ്റീൽ ഉൽപ്പാദകരായ ടാറ്റ സ്റ്റീലിന്റെ പ്രധാന പ്ലാന്റ് ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ ഇത് വലിയ പങ്കുവഹിച്ചു. CMS കാർ കോട്ടയത്ത് പെൺപള്ളിക്കൂടം തുടങ്ങിയത് ഏതു വർഷത്തിൽ? AD 1821. ചർച്ച് മിഷൻ സൊസൈറ്റി CMS മിഷണറിമാർ 1821-ൽ കോട്ടയത്ത് പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. ഇത് കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? കാനഡ. കാനഡയുടെ വനസമ്പത്ത് അവിടുത്തെ പേപ്പർ വ്യവസായത്തിന് വലിയ പിന്തുണ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദകരിൽ ഒന്നാണ് കാനഡ. അൽമോറ സുഖവാസകേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഹിമാലയൻ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന അൽമോറ ഉത്തരാഖണ്ഡിലെ ഒരു പ്രശസ്തമായ മലയോര സുഖവാസകേന്ദ്രമാണ്. മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും സാംസ്കാരിക പ്രാധാന്യത്തിനും പേരുകേട്ട സ്ഥലമാണിത്. ഏറ്റവും വലിയ അക്ഷാംശരേഖ? ഭൂമധ്യരേഖ. ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ.
ഇത് ഭൂമിയെ ഉത്തരധ്രുവമെന്നും ദക്ഷിണധ്രുവമെന്നും രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. ഏറ്റവും വലിയ മഞ്ഞക്കരുവുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഇവയുടെ മുട്ടയുടെ മഞ്ഞക്കരുവും ഏറ്റവും വലുതാണ്. അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? രാഷ്ട്രതന്ത്രം, പൊളിറ്റി. കൗടില്യൻ അഥവാ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം പുരാതന ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുമുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ്. ഇത് ഭരണഘടന, നയതന്ത്രം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ദൂരദർശൻ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് മണ്ഡി ഹൌസ്. ഇന്ത്യയുടെ ദേശീയ പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് ന്യൂഡൽഹിയിലെ മണ്ഡി ഹൌസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ മാധ്യമരംഗത്തെ ഒരു പ്രധാന കെട്ടിടമാണ്. ഏറ്റവും സാധാരണമായ കരൾ രോഗം മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന ഒരു സാധാരണ രോഗമാണ് മഞ്ഞപ്പിത്തം. ശരീരത്തിലെ ബിലിറൂബിൻ എന്ന പിഗമെന്റിന്റെ അളവ് കൂടുന്നതുമൂലം ചർമ്മത്തിനും കണ്ണിനും മഞ്ഞനിറം വരുന്നു. ഏറ്റവും ചെറിയ മനുഷ്യകോശം ബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുരുഷ ബീജം. ഇത് വളരെ ചെറുതും ചലനശേഷിയുള്ളതുമാണ്. ഒരാളുടെ പൊക്കത്തിന്റെ ഏകദേശം എത്ര ശതമാനം നീളമാണ് തുടയെല്ല്? 27.5%. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്, ഫെമർ. ഇത് സാധാരണയായി ഒരാളുടെ മൊത്തം ഉയരത്തിന്റെ ഏകദേശം 27.5% വരും. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച സുൽത്താനേറ്റ് വംശം ഖിൽജി വംശം 1290 മുതൽ 1320 വരെ. ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി വംശം 1290 മുതൽ 1320 വരെയാണ് ഭരിച്ചത്. വളരെ കുറഞ്ഞ കാലയളവായിരുന്നെങ്കിലും അലാവുദ്ദീൻ ഖിൽജിയെപ്പോലുള്ള ശക്തരായ ഭരണാധികാരികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എഡ്വിൻ ല്യൂട്ടൻസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ബ്രിട്ടീഷ് വാസ്തുവിദ്യ വിദഗ്ധനായ എഡ്വിൻ ല്യൂട്ടൻസ്, ഹെർബർട്ട് ബേക്കർ എന്നിവർ ചേർന്നാണ് ന്യൂഡൽഹിയുടെ രൂപകൽപ്പന നിർവഹിച്ചത്. രാഷ്ട്രപതി ഭവൻ, ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ പ്രമുഖ കെട്ടിടങ്ങൾ അദ്ദേഹത്തിന്റെ രൂപകൽപ്പനയിലാണ്. ഒരു നിറം പച്ച മാത്രമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിന്റേതായിരുന്നു? ലിബിയ. 1977 മുതൽ 2011 വരെ ലിബിയയുടെ ദേശീയ പതാക പച്ച നിറം മാത്രമുള്ളതായിരുന്നു. ഗദ്ദാഫിയുടെ ഭരണകാലത്താണ് ഈ പതാക നിലനിന്നിരുന്നത്. ജോർജ് ഓർവെലിന്റെ യഥാർത്ഥ പേര് എറിക് ആർതർ ബ്ലെയർ. പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ഓർവെൽ 1984, അനിമൽ ഫാം തുടങ്ങിയ ക്ലാസിക് കൃതികളിലൂടെയാണ് അറിയപ്പെടുന്നത്. എറിക് ആർതർ ബ്ലെയർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഒരു പൂർണ്ണവൃത്തം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. ജ്യാമിതിയിൽ ഒരു പൂർണ്ണവൃത്തം 360 ഡിഗ്രിക്ക് തുല്യമാണ്. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ഒരു പൂർണ്ണ ഭ്രമണത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക്. നോർഡിക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഡെൻമാർക്ക് സ്കാൻഡിനേവിയൻ മേഖലയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. എങ്കിലും സാംസ്കാരികമായും സാമ്പത്തികമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആരാണ്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. ആധുനിക കവിത്രയത്തിൽ ഒരാളായിരുന്ന ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലെ ഭാഷാപരമായ ഔന്നത്യവും ശബ്ദസമ്പത്തും കണക്കിലെടുത്താണ് ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. എട്ടുവീട്ടിൽ പിള്ളമാരെ വധിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വേണാടിനെ ആധുനിക തിരുവിതാംകൂറാക്കി മാറ്റിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണത്തിൽ രാജാധികാരത്തെ വെല്ലുവിളിച്ച എട്ടുവീട്ടിൽ പിള്ളമാരെയും അവരുടെ അനുയായികളെയും വകവരുത്തിയത് ഒരു പ്രധാന ഭരണപരമായ നടപടിയായിരുന്നു. ഇത് രാജാവിന്റെ അധികാരം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കേരളത്തിലെ കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? കാട്ടുപോത്ത്.
ഇന്ത്യൻ കാട്ടുപോത്ത് എന്നും അറിയപ്പെടുന്ന കാട്ടുപോത്ത് കേരളത്തിലെ വനങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കന്നുകാലി വർഗത്തിൽപ്പെട്ട മൃഗമാണ്. ഇതിനെ പലപ്പോഴും ഇന്ത്യൻ ബൈസൺ എന്നും വിളിക്കാറുണ്ട്. എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അൽഫാൽഫ. അൽഫാൽഫ ഒരു പയർവർഗ സസ്യമാണ്. പോഷകഗുണങ്ങളാൽ സമ്പന്നമായതിനാൽ ഇതിനെ എല്ലാ ആഹാരങ്ങളുടെയും പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു വിളയാണിത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞുപോകുന്ന രോഗം ഏതാണ്? മാലകണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എയുടെ കുറവ് കാരണമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മാലകണ്ണ്. രാത്രിയിലോ മങ്ങിയ വെളിച്ചത്തിലോ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഒരു പൗണ്ട് എത്ര കിലോഗ്രാമാണ്? 0.454 കിലോഗ്രാം. ഭാരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് പൗണ്ട്. മെട്രിക് യൂണിറ്റുകളിലേക്ക് മാറ്റുമ്പോൾ ഒരു പൗണ്ട് ഏകദേശം 0.45359 കിലോഗ്രാമിന് തുല്യമാണ്. അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1984 ഒക്ടോബർ 31 സ്വന്തം സുരക്ഷാ ഭടന്മാരാൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന അവർ അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും വലിയ ഉൾക്കടൽ ഏതാണ്? ഹഡ്സൺ ഉൾക്കടൽ. കാനഡയുടെ വടക്കുകിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ലവണജല ഉൾക്കടലാണ് ഹഡ്സൺ ഉൾക്കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലുകളിൽ ഒന്നാണിത്. ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളവയിൽ ഏറ്റവും വലുപ്പം കൂടിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. നീലത്തിമിംഗലം ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. നിലവിലുള്ളതും അറിയപ്പെടുന്നതുമായ എല്ലാ ജീവികളിലും വെച്ച് ഏറ്റവും വലുപ്പമേറിയത്. ഇവയ്ക്ക് 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവുമുണ്ടാകാം. ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല, പക്ഷേ വളരെ വേഗത്തിൽ ഓടാൻ കഴിവുണ്ട്. അസമിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കൂടി ഒഴുകുന്നു. അസമിന്റെ ജീവനാഡിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണിത്. മാഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നേടിയ വനിത ആരാണ്? മദർ തെരേസ. 1962. 1962 അന്താരാഷ്ട്ര ധാരണയ്ക്കായി മാഗ്സസെ പുരസ്കാരം നേടിയ മദർ തെരേസ ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. കൊൽക്കത്തയിലെ നിർമ്മല ഹൃദയത്തിലൂടെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെട്ടു. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വളരെ വലിയ പദസമ്പത്തുണ്ട്. മറ്റു പല ഭാഷകളിൽ നിന്നും വാക്കുകൾ സ്വീകരിച്ചും പുതിയവ രൂപീകരിച്ചും ഇത് വികസിച്ചു. സാങ്കേതികവും ശാസ്ത്രീയവുമായ മേഖലകളിൽ പുതിയ വാക്കുകൾ നിരന്തരം ചേർക്കപ്പെടുന്നതും ഇതിന് കാരണമാണ്. മനുഷ്യന്റെ വലത് ശ്വാസകോശത്തിന്റെ ശരാശരി ഭാരം എത്രയാണ്? 570 ഗ്രാം. മനുഷ്യ ശരീരത്തിലെ വലത് ശ്വാസകോശത്തിന് ഇടതു ശ്വാസകോശത്തേക്കാൾ അല്പം വലുപ്പവും ഭാരവും കൂടുതലാണ്. ഇത് ഹൃദയത്തിന് കൂടുതൽ സ്ഥലം നൽകുന്നതിനാലാണ്. പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ആരാണ്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. മലയാളത്തിലെ പ്രമുഖ കവിയായ ഉള്ളൂർ എസ്. പരമേശ്വരയ്യരുടെ കുട്ടിക്കവിതകളിൽ ഒന്നാണ് പ്രാവേ പ്രാവേ പോകരുതേ. ലളിതവും മനോഹരവുമായ ഈ കവിത കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഭൂഖണ്ഡ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഒരു വലിയ ഭൂപ്രദേശമാണെങ്കിലും ഒരു ദ്വീപായി കണക്കാക്കപ്പെടുന്നു. അതിന്റെ വലിയ വലിപ്പവും ഒറ്റപ്പെട്ട സ്ഥാനവും കാരണം ഭൂഖണ്ഡ ദ്വീപ് എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോടേം സ്പീക്കർ ആരായിരുന്നു? റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കറായിരുന്നു റോസമ്മ പുന്നൂസ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. പോർച്ചുഗീസ് വൈസ്രോയിയായി അൽഫോൺസോ അൽബുക്കർക്ക് ചുമതലയേറ്റ വർഷം ഏതാണ്?
AD 1509. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു അൽഫോൺസോ അൽബുക്കർക്ക്. 1509-ൽ വൈസ്രോയിയായി സ്ഥാനമേറ്റ അദ്ദേഹം ഗോവ പിടിച്ചടക്കുകയും പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഫലം ഏതാണ്? ചക്ക. പ്ലാവിന്റെ ഫലമായ ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ കായഫലമാണ്. പോഷകസമൃദ്ധമായ ഇത് കേരളത്തിൽ വളരെ പ്രചാരമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. 1946 ജൂണിൽ പീപ്പിൾസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ്? ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിദ്യാഭ്യാസ പുരോഗതിക്കും സാമൂഹിക സമത്വത്തിനും വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് പീപ്പിൾസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ഉന്നമനമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി ഏതാണ്? കാരാപ്പുഴ. വയനാട് ജില്ലയിലെ കാരാപ്പുഴ നദിയിൽ നിർമ്മിച്ച ഈ ജലസേചന പദ്ധതി വയനാട്ടിലെ കാർഷിക മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ ഇത് സഹായിക്കുന്നു. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ പക്ഷിസങ്കേതം ഏതാണ്? കുമരകം പക്ഷിസങ്കേതം. വേമ്പനാട് കായലിന്റെ തീരത്തുള്ള കുമരകം പക്ഷിസങ്കേതം ദേശാന്തര പക്ഷികളുടെ പ്രധാന ആവാസകേന്ദ്രമാണ്. പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും നിരവധി സഞ്ചാരികൾ ഇവിടെയെത്തുന്നു. ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിനർഹനായത് ആരാണ്? കോവിലൻ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന ബഷീർ പുരസ്കാരം ആദ്യമായി നേടിയത് പ്രമുഖ മലയാള സാഹിത്യകാരനായ കോവിലനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ മാനിച്ച് ഈ പുരസ്കാരം നൽകി ആദരിച്ചു. ശിവജിയുടെ മുഖ്യ സചിവൻ ആരായിരുന്നു? പേഷ്വ. മറാത്ത സാമ്രാജ്യ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ പദവി വഹിച്ചിരുന്നത് പേഷ്വമാരായിരുന്നു. പിന്നീട് പേഷ്വമാർ മറാത്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരികളായി. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? സ്വിഫ്റ്റ് കത്രികപ്പക്ഷി. സ്വിഫ്റ്റ് പക്ഷികൾക്ക് വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുണ്ട്. ഇവയ്ക്ക് ഒരു മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ സാധിക്കും. ഉലുവയുടെ ജന്മദേശം ഏതാണ്? മെഡിറ്ററേനിയൻ പ്രദേശം. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച ഒരു സസ്യമാണ് ഉലുവ. ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഇത് ഒരു സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും കൃഷി ചെയ്യപ്പെടുന്നു. അഗുൽഹാസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന ചൂടുള്ള സമുദ്രജല പ്രവാഹമാണ്. തെക്കൻ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി ഇത് ഒഴുകുന്നു. കൽക്കട്ട സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു? പ്രൊഫസർ എം. ഗനി. ഇന്ത്യയിലെ ആദ്യകാല സർവകലാശാലകളിൽ ഒന്നായ കൽക്കട്ട സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു പ്രൊഫസർ എം. ഗനി. ഇത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ദേശനായക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു വീരനായകനായ സുഭാഷ് ചന്ദ്രബോസിനെ രബീന്ദ്രനാഥ ടാഗോറാണ് ദേശനായക് എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ധീരമായ നേതൃത്വവും രാജ്യസ്നേഹവും ഈ വിശേഷണത്തിന് അർഹമാക്കി. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. പറക്കാൻ കഴിയില്ലെങ്കിലും മണിക്കൂറിൽ 70 കിലോമീറ്ററിലധികം വേഗതയിൽ ഓടാൻ ഇതിന് കഴിയും. ഇത് ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള പക്ഷിയാക്കുന്നു. തേക്കടി വന്യജീവി സങ്കേതം 1934-ൽ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് തേക്കടി. പ്രകൃതി സംരക്ഷണത്തോടുള്ള ചിത്തിര തിരുനാളിന്റെ കാഴ്ചപ്പാടുകൾക്ക് ഇത് തെളിവാണ്. മൂലയൂട്ടൽ കാലത്ത് ഏറ്റവും ഭാരം കുറയുന്ന സസ്തനി ഏതാണ്? നീലത്തിമിംഗലം. നീലത്തിമിംഗലം അതിന്റെ കുഞ്ഞിന് വലിയ അളവിൽ പാൽ നൽകുന്നതിനാൽ ഈ കാലയളവിൽ മാതൃതിമിംഗലത്തിന് ഗണ്യമായ ഭാരം കുറയുന്നു. ഇത് അവയുടെ അത്യധികം ഊർജ്ജം ആവശ്യമുള്ള ജീവിതചക്രത്തിന്റെ ഭാഗമാണ്. അസോറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പ്.
അസൂറൈറ്റ് ചെമ്പിന്റെ ഒരു പ്രധാന അയിരാണ്, അതിന് ആകർഷകമായ നീല നിറമുണ്ട്. ഇത് ആഭരണങ്ങൾ, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഏറ്റവും വേഗം കൂടിയ ഹൃദയമിടിപ്പുള്ള സസ്തനി ഏതാണ്? ഷ്രൂ. ഷ്രൂ എന്ന ചെറിയ സസ്തനിയുടെ ഹൃദയമിടിപ്പ് വളരെ വേഗതയുള്ളതാണ്. 1 മിനിറ്റിൽ 1000 തവണ വരെ മിടിക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ ചെറിയ ശരീരവും ഉയർന്ന മെറ്റബോളിസവുമാണ് ഇതിന് കാരണം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. സാധാരണയായി പടിഞ്ഞാറോട്ടൊഴുകുന്ന കേരളത്തിലെ മറ്റ് നദികളിൽ നിന്ന് വ്യത്യസ്തമായി കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടൊഴുകി തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ ചേരുന്നു. ഇത് കേരളത്തിലെ നദീവ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് ആരാണ്? എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1863-ൽ എബ്രഹാം ലിങ്കൺ നടത്തിയ ഗെറ്റിസ്ബർഗ് പ്രസംഗം ലോകചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പ്രഭാഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ജനാധിപത്യത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒന്നായിരുന്നു ഈ പ്രസംഗം. ദശകുമാരചരിതം, കാവ്യാദർശം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ദണ്ഡി. സംസ്കൃത സാഹിത്യത്തിലെ പ്രമുഖനായ കവിയും ഗദ്യകാരനുമാണ് ദണ്ഡി. അദ്ദേഹത്തിന്റെ ദശകുമാരചരിതം 10 രാജകുമാരന്മാരുടെ സാഹസിക കഥകളും കാവ്യാദർശം കാവ്യശാസ്ത്ര നിയമങ്ങളും പ്രതിപാദിക്കുന്നു. ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന രാജ്യ തലസ്ഥാനം ഏതാണ്? റെയ്ജാവിക്ക്. ഐസ്ലൻഡിന്റെ തലസ്ഥാനമായ റെയ്ജാവിക്ക് ലോകത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ദേശീയ തലസ്ഥാനമാണ്. ഇത് യൂറോപ്പിന്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. പാപ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ കാൻസർ. സ്ത്രീകളിലെ ഗർഭാശയ കാൻസർ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന പരിശോധനയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇത് ഗർഭാശയമുഖത്തെ കോശങ്ങളിലെ അസാധാരണ മാറ്റങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. പിത്തരസം സംഭരിച്ചുവെക്കുന്ന അവയവം ഏതാണ്? പിത്താശയം, ഗാൾ ബ്ലാഡർ. കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം സംഭരിച്ച് ആഹാരം ദഹിപ്പിക്കാൻ ആവശ്യമായ സമയത്ത് ചെറുകുടലിലേക്ക് വിടുന്ന അവയവമാണ് പിത്താശയം. കൊഴുപ്പ് ദഹിപ്പിക്കുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഏറ്റവും വിഷം കൂടിയ പാമ്പ് ഏതാണ്? രാജവെമ്പാല. രാജവെമ്പാല ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പാണ്. ഇതിന്റെ വിഷം വളരെ മാരകമാണ്. ഒറ്റക്കടിയിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ ആവശ്യമായ വിഷം ഉത്പാദിപ്പിക്കാൻ ഇതിന് കഴിയും. വന്ദേമാതരം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള വന്ദേമാതരം എന്ന ഗാനം 1882-ലാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി ഇത് മാറി. ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ഭൂപടത്തിൽ കാണുന്ന രേഖകൾ ഏതാണ്? ഐസോഹെൽ. കാലാവസ്ഥാശാസ്ത്രത്തിലും ഭൂപടശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് ഐസോഹെൽ. ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ആരാണ്? ഡോക്ടർ സലിം അലി. പ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതം കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷിസങ്കേതങ്ങളിൽ ഒന്നാണിത്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ നമ്പറുമുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ഐസോഡോപ്പുകൾ. ഒരേ രാസഗുണങ്ങളും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളുമുള്ള ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് ഐസോഡോപ്പുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഒരേ എണ്ണം പ്രോട്ടോണുകളും വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളും ഉണ്ടായിരിക്കും. ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? നോർവേ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നായ നോർവേ യൂറോപ്പിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. അതിന്റെ മനോഹരമായ ഫ്യോർഡുകൾക്കും വടക്കൻ ദീപ്തിക്കും പ്രസിദ്ധമാണ്. ദക്ഷിണപൂർവേഷ്യയിലെ ഏക കരബന്ധിത രാജ്യം ഏതാണ്? ലാവോസ്. ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങളിൽ സമുദ്രതീരമില്ലാത്ത ഒരേയൊരു രാജ്യമാണ് ലാവോസ്. ഇതിന്റെ അതിരുകൾ തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ചൈന, മ്യാൻമർ എന്നിവയുമായി പങ്കിടുന്നു.
ഏറ്റവും ഒടുവിലത്തെ ലോധി സുൽത്താൻ ആരായിരുന്നു? ഇബ്രാഹിം ലോധി. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച അവസാനത്തെ ലോധി സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി. 1526-ലെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബറിനോട് പരാജയപ്പെട്ടതോടെ ലോധി വംശം അവസാനിക്കുകയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. എക്സൈഡ് ഏതു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പേരാണ്? ബാറ്ററി. എക്സൈഡ് ഒരു പ്രമുഖ ബാറ്ററി നിർമ്മാണ കമ്പനിയാണ്. വാഹനങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ബാറ്ററികൾ അവർ നിർമ്മിക്കുന്നു. വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട് കായലിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനും നെൽകൃഷിക്ക് ശുദ്ധജലം ഉറപ്പാക്കാനും വേണ്ടി നിർമ്മിച്ച ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഇത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ സഹായമാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWF. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡിലാണ് ഇതിന്റെ ആസ്ഥാനം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നാണയം യൂറോ അല്ലാത്ത ഏക രാജ്യം ഏതാണ്? സ്വീഡൻ. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ യൂറോ സ്വന്തം കറൻസിയായി ഉപയോഗിക്കാത്ത ഏക രാജ്യം സ്വീഡനാണ്. സ്വീഡിഷ് ക്രോണാണ് അവരുടെ ഔദ്യോഗിക കറൻസി. 1453-ൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ആരാണ്? തുർക്കികൾ. 1453-ൽ ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കുകയും യൂറോപ്യൻ ചരിത്രത്തിൽ ഒരു പ്രധാന വഴിത്തിരിവാകുകയും ചെയ്തു. ഭൂഗുരുത്വാകർഷണത്തോട് സസ്യങ്ങൾ പ്രതികരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ജിയോട്രോപ്പിസം. സസ്യങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തോട് പ്രതികരിച്ചു വളരുന്ന പ്രകൃതിദത്തമായ പ്രതിഭാസമാണ് ജിയോട്രോപ്പിസം. സസ്യങ്ങളുടെ വേരുകൾ ഭൂമിയുടെ ആകർഷണ ബലത്തിന് അനുസരിച്ച് താഴോട്ട് വളരുന്നു. കുമാരനാശാൻ എവിടെ വെച്ചാണ് വീണപൂവ് രചിച്ചത്? ജൈനിമേട്. മലയാളത്തിലെ മഹാനായ കവിയായ കുമാരനാശാന്റെ പ്രശസ്തമായ വീണപൂവ് എന്ന ഖണ്ഡകാവ്യം 1907-ൽ പാലക്കാട് ജില്ലയിലെ ജൈനിമേട്ടിൽ വെച്ചാണ് രചിച്ചത്. ഇത് മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന രചനയാണ്. ഏത് രാജ്യത്താണ് ഹാഗിയ സോഫിയ? തുർക്കി. തുർക്കിയിലെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണ് ഹാഗിയ സോഫിയ. ഒരു പള്ളി, മോസ്ക്, മ്യൂസിയം എന്നീ നിലകളിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാശ്മീർ, ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മൂന്നാർ. ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. അതിന്റെ മനോഹരമായ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും കാരണം ഇത് കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നു. 2 വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമായ ഇസ്താംബുൾ ഏതു രാജ്യത്താണ്? തുർക്കി. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബുൾ യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചുകിടക്കുന്നു. ഇത് ലോകത്തിലെ ഏക 2 വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മഹാനഗരമാണ്. അഹമ്മദാബാദ് നഗരത്തിന്റെ പഴയ പേര് എന്താണ്? കർണാവതി. ഗുജറാത്തിലെ പ്രധാന നഗരമായ അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതി എന്നാണ്. സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാമനാണ് ഈ നഗരം പുനർനിർമ്മിക്കുകയും അഹമ്മദാബാദ് എന്ന് പേര് മാറ്റുകയും ചെയ്തത്. കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് കശുമാവ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇന്ന് ഇന്ത്യ കശുവണ്ടി ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും പ്രധാന പങ്കുവഹിക്കുന്നു. മലയാള വ്യാകരണമെഴുതിയ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ആരാണ്? ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ. മലയാള വ്യാകരണത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തുകയും ഒരു വ്യാകരണഗ്രന്ഥം എഴുതുകയും ചെയ്ത ക്രിസ്ത്യൻ മിഷണറിയാണ് ആഞ്ചലോ ഫ്രാൻസിസ് മെത്രാൻ. മലയാള ഭാഷയുടെ പഠനത്തിന് ഇത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. കാദംബരി രചിച്ചത് ആരാണ്? ബാണഭട്ടൻ. 7-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗദ്യകവികളിൽ പ്രമുഖനാണ് ബാണഭട്ടൻ. അദ്ദേഹത്തിന്റെ കാദംബരി സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ഗദ്യകൃതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ശിപായി ലഹള നടന്ന വർഷം ഏതാണ്?
1857 1857 നടന്ന ശിപായി ലഹള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരമായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണത്തിനെതിരെ നടന്ന ഈ ലഹള ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായകമായിരുന്നു. കേരളഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലും മറ്റു സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലും നേതൃത്വം നൽകിയ കേളപ്പനെ കേരളഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു. ഗാന്ധിജിയുടെ ആദർശങ്ങളെ അദ്ദേഹം കേരളത്തിൽ പ്രചരിപ്പിച്ചു. സ്റ്റിബ്നൈറ്റ് ഏതിന്റെ അയിരാണ്? ആൻറ്റിമണി. സ്റ്റിബ്നൈറ്റ് ആൻറ്റിമണി എന്ന ലോഹത്തിന്റെ ഒരു പ്രധാന അയിരാണ്. ആൻറ്റിമണി പ്രധാനമായും ലോഹസങ്കരങ്ങളിലും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്നു. കിൻഡർഗാർട്ടൻ ഏതു ഭാഷയിലെ പദമാണ്? ജർമ്മൻ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഒരു മാതൃകയെ സൂചിപ്പിക്കുന്ന കിൻഡർഗാർട്ടൻ എന്ന പദം ജർമ്മൻ ഭാഷയിൽ നിന്നുള്ളതാണ്. കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഈ വാക്കിനർത്ഥം. ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണ്? അനുപാതം 2:1. ജലം HO ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തമാണ്. വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഭാഗം ഹൈഡ്രജനും 1 ഭാഗം ഓക്സിജനും ചേർന്നാണ് ജലം ഉണ്ടാകുന്നത്. കേളുചരൻ മഹാപാത്രയുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? ഒഡീസി. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നായ ഒഡീസിയുടെ മഹാനായ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു കേളുചരൻ മഹാപാത്ര. ഒഡീസിയെ ആധുനിക ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ഏതാണ്? ആൻജിയോഗ്രാം. രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഇമേജിംഗ് ടെസ്റ്റാണ് ആൻജിയോഗ്രാം. ഇതിലൊരു പ്രത്യേക ചായം കുത്തിവെച്ച് എക്സ്റേ എടുക്കുന്നു. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പ്രമുഖ മലയാള കവിയും നാടകകൃത്തുമായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമാണ് കൂട്ടുകൃഷി. അദ്ദേഹത്തിന്റെ രചനകൾ കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെ പ്രതിഫലിക്കുന്നവയാണ്. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ആരാണ്? ആർ. ബാലകൃഷ്ണപിള്ള. കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ അനുസരിച്ച് നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ കേരള രാഷ്ട്രീയ നേതാവാണ് ആർ. ബാലകൃഷ്ണപിള്ള. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാന സംഭവമായിരുന്നു. ജലത്തിന്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്ന രാസസംയുക്തമായ ജലത്തിന്റെ ശാസ്ത്രീയപരമായ പേരാണ് ഡൈഹൈഡ്രജൻ ഓക്സൈഡ്. ഇതിന്റെ രാസസൂത്രം HO ആണ്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്ന ആൺദൈവം ആരാണ്? പശുപതി. സിന്ധുനദീതട സംസ്കാരത്തിലെ ഒരു പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു പശുപതി. യോഗമുദ്രയിൽ ഇരിക്കുന്ന ഒരു രൂപമാണ് പശുപതി മുദ്രയിൽ കാണുന്നത്. ഇത് ശിവന്റെ ആദ്യകാല രൂപമായി കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ? ഗവർണറിൽ. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സംസ്ഥാനത്തിന്റെ നിർവഹണാധികാരം ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഗവർണർ സംസ്ഥാനത്തിന്റെ തലവനാണ്, എന്നാൽ യഥാർത്ഥ അധികാരം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? മദ്രാസ്. 1887-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാമത്തെ സമ്മേളനം മദ്രാസിൽ വെച്ച് നടന്നു. ബദറുദ്ദീൻ തയ്യബ്ജിയായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരകം ഏതാണ്? ഈഫൽ ഗോപുരം. പാരീസിലെ ഈഫൽ ഗോപുരം ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തമായതും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്നതുമായ ഒരു പ്രധാന ആകർഷണമാണ്. ഫ്രാൻസിന്റെ ഒരു പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. ഹാരപ്പയും മൊഹൻജൊദാരോയും ഇപ്പോൾ ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. സിന്ധുനദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായ ഹാരപ്പയും മൊഹൻജൊദാരോയും നിലവിൽ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരങ്ങൾ പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. സംസ്ഥാനത്തിലെ പ്രഥമ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്?
അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാരിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുകയും കോടതികളിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ്. സ്വന്തം ദൃഷ്ടിയിൽ ചെറിയവൻ ജനദൃഷ്ടിയിൽ വലിയവനായിരിക്കും എന്ന് പറഞ്ഞതാര്? മുഹമ്മദ് നബി. ഈ വാക്കുകൾ മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രബോധനമാണ്. വിനയത്തിന്റെയും എളിമയുടെയും പ്രാധാന്യം ഇത് ഊന്നിപ്പറയുന്നു. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഏലം. ഏലം ഒരു സുഗന്ധവ്യഞ്ജനമാണ്. അതിന്റെ പ്രത്യേക ഗന്ധവും രുചിയും കാരണം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നും സ്വർഗീയ ധാന്യം എന്നും ഇത് അറിയപ്പെടുന്നു. കേരളം ഏലം കൃഷിക്ക് പ്രസിദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാനനിരീക്ഷണ കേന്ദ്രം ഏത് രാജ്യത്താണ്? ഇന്ത്യ. ഹിമാലയത്തിലെ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ്. 4500 മീറ്ററിലധികം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള അതിർത്തിരേഖ നിർണയിച്ചത് ആരാണ്? സർ ഹെൻറി മക്മോഹൻ. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള തർക്കരേഖയായ മക്മോഹൻ രേഖ 1914-ൽ സിംല കൺവെൻഷനിൽ സർ ഹെൻറി മക്മോഹനാണ് നിർണയിച്ചത്. ഇത് ഇപ്പോഴും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തർക്കവിഷയമാണ്.